മലയാള സിനിമയിലെ ഒരു വിസ്മയമായിരുന്നു ശ്രീനിവാസൻ. നടന്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിലെല്ലാം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. സാധാരണ മനുഷ്യന്റെ ജീവിതം വളരെ അർത്ഥവത്തായി കേരളത്തിൻ്റെ മലയാളി മനസ്സുകളിൽ എന്ന് നിലനിൽക്കുന്ന തരത്തിൽ അവതരിപ്പിച്ച ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് മോഹൻലാലും അദ്ദേഹവും തമ്മിലുള്ള കോമ്പിനേഷൻ മലയാള സിനിമയെ വാനോളം ഉയർത്തുന്നതിനുള്ള ഒട്ടേറെ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അഭിനയത്തിലെ അദ്ദേഹത്തിൻ്റെ മികവ്, അഭിനയ കലയിൽ സൗന്ദര്യശാസ്ത്രത്തിന് വിലയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അതിനപ്പുറമാണ് അഭിനയകല എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത നടനായിരുന്നു. അത്രമാത്രം കഥാപാത്രങ്ങളോട് ഇണങ്ങി പ്രവർത്തിച്ച ഒരു മഹാനടനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥ വളരെ വിസ്മയകരമായ കഥകളായിരുന്നു. ആരെയും ആകർഷിക്കുന്ന കഥകൾ സൃഷ്ടിച്ച് സമൂഹത്തിന് അദ്ദേഹം ഒരുപാട് സന്ദേശങ്ങൾ നൽകി. അതുപോലെ തന്നെ സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം എടുത്തു പറയേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹം 1976 മുതൽ മലയാള സിനിമ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. പതിറ്റാണ്ടുകളോളം, എത്രയോ പതിറ്റാണ്ടുകൾ മലയാള സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ അമൂല്യമായ സംഭാവനകൾ ഈ അവസരം ഓർക്കുകയാണ്. അങ്ങേയറ്റം അദ്ദേഹം ചെയ്ത സേവനങ്ങളെ ഞാൻ പ്രകീർത്തിക്കുകയാണ്. എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു എന്നതും വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പം ഞാൻ കൊച്ചി വന്നല്ലോ, ഇപ്പം ഇത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരമായ കാര്യങ്ങളിപ്പോൾ ചർച്ച ചെയ്യും. എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം തന്നെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ചെയ്തു കൊണ്ട് നമ്മുടെ ഈ ഇന്ത്യൻ കൾച്ചർ കോൺഗ്രസിൻ്റെ നമ്മുടെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന വലിയൊരു പ്രോഗ്രാമാണ്. രാജേന്ദ്ര മൈതാനത്ത് രാവിലെ ഉദ്ഘാടനമാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇടപെടും.